ഇസ്ലാമിന്റെ ശത്രുക്കൾ കേച്ച് ചെയ്ത യൗവനം. അതെന്ന് തിരിയും? കുറച്ചുകൂടി കഴിഞ്ഞാൽ ആളുകൾക്ക് തിരിയും. എന്നും ഞാൻ അവിടെയാണ് നിങ്ങളോട് പറയുന്നത്. കൃത്യമായ ഒരു യൗവനം, നല്ല ഭർത്താവായിട്ട് തന്നെയുള്ള യൗവനം, നല്ലൊരു പിതാവായിട്ട് തന്നെയുള്ള യൗവനം, നല്ലൊരു കച്ചവടക്കാരനായിട്ട് തന്നെയുള്ള യൗവനം, നല്ലൊരു പെരുമാറ്റക്കാരനായിട്ട് തന്നെയുള്ള യൗവനം, നല്ലൊരു അയൽവാസിയായിട്ട് തന്നെയുള്ള യൗവനം, തീവ്രവാദത്തിനെതിരെ ചിന്തിക്കുന്ന സമാധാനപ്രിയതയുള്ള ഒരു യൗവനം, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്ന യൗവനം, ബാങ്ക് കൊടുത്താൽ ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് കേട്ടാൽ ക്രിക്കറ്റല്ല, ഫുട്ബോളല്ല, ലോകത്തിലെ എന്ത് ലഹരിയാകട്ടെ അതുപേക്ഷിച്ച് എഴുന്നേറ്റ് പോകുന്ന യൗവനം. ഫീഹി റിജാലുൻ, സൂറത്തുൻ നൂർ. അവിടെ ചില മനുഷ്യന്മാരുണ്ട്, ആ പള്ളിയിൽ ചില മനുഷ്യന്മാരുണ്ട്. കച്ചവടമാകട്ടെ വിനോദമാകട്ടെ ഇബാദത്തുകൾക്ക് അവർക്ക് തടസ്സമാവില്ല. പറ്റുമോ? ലോക ഫുട്ബോളിന്റെ ഫൈനൽ നടക്കുമ്പോ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ അരീക്കോട്ടും തിരൂരുമുള്ള മുസ്ലിം യുവാക്കളെ എഴുന്നേറ്റ് പോകാൻ കഴിയുമോ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ എന്ന് പറയാൻ കഴിയോ? അല്ലാഹനെ പേടിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ? ഹൃദയങ്ങളും കണ്ണുകളും അഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തെ പേടിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കാൻ കഴിയോ? ഇല്ല, നിസ്കരിക്കാൻ കഴിയില്ല. മെസ്സിനേക്കാൾ വലുതായിട്ടൊന്നും മുത്തുനബീനെ മനസ്സ് കേട്ടിട്ടില്ല ഇവിടുത്തെ മാപ്പിളാര്. മലപ്പുറം ജില്ലയിൽ ക്ഷമിക്കണം, കേരളത്തിൽ ഒരു ജില്ലയിലും ഈ ഭ്രാന്തില്ല. മെന്റൽ ഹോസ്പിറ്റലിൽ ചേർത്ത മെന്റലിന്റെ ഡോക്ടർ മെന്റൽ രോഗിയായി പോകുന്ന നാടാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അർജന്റീനന്റെ കളർ വീടിന്, അർജന്റീനന്റെ കളർ വീടിന് മനസ്സിലായി നിങ്ങൾക്ക്? ബ്രസീലിന്റെ 2 വീലർ ഞാൻ പുത്തനതാണ് ഈ ചേലൂര് കണ്ടതാ. മനസ്സിലായോ? ഇവിടെ കണ്ടതാ. വെറുതെ പറയല്ല. മാനസിക രോഗികൾ വർദ്ധിച്ചു വരുന്നു. ഇനി ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേർത്തിയാലോ ഡോക്ടർ 10 ദിവസം കൊണ്ട് മാനസിക രോഗിയാവും. അയാളെ കാരണം ബ്രസീലില്ല. അങ്ങനെ മെന്റൽ രോഗികൾ, ചികിത്സിച്ചോനും ചികിത്സിക്കുന്നവനും ചികിത്സിക്കപ്പെടുന്നവനും ഒക്കെ ഒരേപോലെ. ഈ ജ്വരം ആര് പഠിപ്പിച്ചു? ഈ ജ്വരം എല്ലാ ജ്വരം പോലെ ഒരു ജ്വരമാണിത്. ഇതൊക്കെ ഒരു തരം രോഗമാണ്, ചികിത്സിക്കേണ്ടതാണ്. തക്കതായ സന്ദർഭങ്ങളിൽ മഹല്ല് ഭാരവാഹികൾ ഇടപെടേണ്ടതാണ്. ഈ യുവത്വം, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നരകാഗ്നിയുടെ അഗ്നിജ്വാലയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇതാണ് കച്ചവടം. വിശ്വാസം കൊണ്ട്, പ്രവാചക അനുധാവനം കൊണ്ട്, മുത്തുനബിയെ അനുധാവനം ചെയ്യുന്നതുകൊണ്ട്, മാതൃകായോഗ്യമായ പ്രവാചകൻ എന്ന നിലയിൽ നെഞ്ചകത്തേറ്റുന്നതിലൂടെ, സമ്പത്തും ശരീരവും റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിലൂടെ. അതിന് ഞാൻ പറയുന്നത് വല്ലാത്തൊരു ഡേഞ്ചറാണ്, വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ കോട്ടക്കൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. എന്താ ഓട്ടോറിക്ഷന്റെ പ്രശ്നം? ഒന്നില്ലേ, അവൻ അർജന്റീനനെ പറ്റി മാത്രമേ ആ ഓട്ടോറിക്ഷ മിണ്ടാൻ പാടുള്ളൂ. എന്നാ അവന് കൂലി വേണ്ട, മീറ്ററിൽ എത്രയായി. ഓനൊക്കെ ചികിത്സിക്കാൻ പറ്റിയ ഹോസ്പിറ്റലിൽ ദുനിയാവിലൂടെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കി കിട്ടിയിട്ടില്ല. ഓനും ചികിത്സിച്ചാൽ മാറില്ല. ആ ജാതി ഒരു യുവത്വം ഇവിടെ വളർന്നു വരുന്നത്. മോനെ എന്തിന് ജീവിക്കുന്നു? നാഷണൽ ബേസ്ഡ് ആണ് സത്യം. എന്തെങ്കിലും ഒരു തെങ്ങിന്റെ മേരടി ചീഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവും മണ്ണിൽ. ഇവനെ കൊണ്ടൊക്കെ എന്തോ ഉപകാരം? ഞാൻ ചോദിക്കണം നിങ്ങളോട്, എന്തിനാ ഈ മനുഷ്യർ ജീവിക്കുന്ന ഈ മണ്ണിൽ? തിന്നും കുടിച്ചും ആ തള്ളാരാ ബാപ്പ ഗൾഫിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അറബിന്റെ ആട്ടും തുപ്പുണ്ടാക്കിയ സമ്പാദ്യം അതാ തിന്ന് കുടിച്ച് കൊഴുത്ത് തടിച്ച് ഈ ഇറുക്കി പിടിച്ച 2 വീലർ ഒട്ടിർന്ന് പോണത്. ജനങ്ങളെ മനസ്സിലാക്കിക്കൂടെ, ഇതൊന്നും ശരിയല്ല. നല്ല നിരക്ക് പഠിപ്പിച്ചോളി മക്കളെ. ഇതിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവം വേറെ ഉണ്ടാവുകയും ചെയ്യും. നാണം കെടും, നാട് വിട്ടു പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു സമൂഹം അവിടെ വളർന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഞാൻ പറയാണ്, നോക്ക്, നഹ്നു നഖുസ്സു അലൈക നബഹും ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞു തരാം എന്ന് ആകാശഭൂമികളുടെ തമ്പുരാൻ. സൂറത്തുൽ കഹ്ഫ് 18-ാം അധ്യായം 13-ാമത്തെ വചനം. ഇന്നലെ പറയണം, അവരൊരു പറ്റം യുവാക്കളായിരുന്നു. ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു പറ്റം യുവാക്കൾ. ഈ ഒരു ക്വാളിറ്റി നമ്മൾ തന്നെ വിലയിരുത്തി. അവരുടെ പ്രത്യേകത എന്താണ്? ആ നാട് ഭരിക്കുന്ന ഭരണാധികാരി, അവിടുത്തെ പുരോഹിതന്മാർ എല്ലാം അല്ലാഹു അല്ലാത്തവർ വിളിക്കുന്നവരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു.
സൃഷ്ടിപൂജകരായിരുന്നു. സൃഷ്ടി പഠനത്തിലൂടെ സിട്ടാവിലെത്തേണ്ടതിന് പകരം സൃഷ്ടിയുടെ മാഹാത്മ്യത്വത്തിൽ സിട്ടാവിനെ ആരോപിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ജനപദം. ആ ജനപദത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട ബാധ്യതയുള്ള ഒരു പറ്റം യുവാക്കൾ ആദർശം പ്രഖ്യാപിക്കുക, ലോകത്തോട് തുറന്ന് പ്രഖ്യാപിക്കാൻ. അള്ളാഹുവിന്റെ പ്രയോഗം എന്താണ്? അള്ളാഹുവിന്റെ പ്രയോഗം എന്താണ്? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അവരുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തി. എന്തേ കാരണം? അവരുടെ ഹൃദയത്തെ വെറുതെ ഉറപ്പിച്ചു നിർത്തിയ അല്ല, ഉറപ്പിച്ചു നിർത്താൻ ഒരു കാരണമുണ്ടായിരുന്നു. ഇത് ഖാമൂ, അവർ എഴുന്നേറ്റ് നിന്നു, അവർ പ്രഖ്യാപിച്ചു. എന്താ? ആകാശഭൂമികളുടെ നാഥനാ ഞങ്ങളുടെ നാഥൻ, ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല. ലോകത്ത് വിശ്വാസികളെ നമുക്കേ അത് പറയാൻ കഴിയും. ബ്രസീലിലെ ദഅവ ചെയ്യുന്നവർ പടച്ചോനിലേക്ക് ക്ഷണിക്കുന്നത് അവരുടെ കാർഡിലെ ആദ്യവാചകം അള്ളാഹുവിനെ കുറിച്ചാണ്, ലോകത്തിന്റെ നാഥനെ കുറിച്ചാണ്. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. അതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് മിമ്മൻ ദആ ഇലല്ലാഹ്. അതെ, വിശുദ്ധ ഖുർആൻ ഒരുപാട് വചനങ്ങളിൽ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. അങ്ങനെ പടച്ചോനിലേക്കുള്ള ക്ഷണം, അതിനൊരു കരുത്തുണ്ടാവും. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്. ഖുർആനിലെ 3-ാം അധ്യായം 18-ാമത്തെ വചനം, 40-ാം അധ്യായം 19-ാമത്തെ വചനം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളവന്റെ മഹത്വം. എന്തേ അവരുടെ പ്രത്യേകത? രാവ് മുഴുവനും പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർ, പകല് മുഴുവനും അശ്വാരൂഢന്മാർ. റുസ്തമിന്റെ സൈന്യം അവർക്ക് കൊടുത്ത വിവരമാണ്, സൈന്യാധിപന് കമാൻഡർക്ക് നൽകിയ വിവരം. ആരാ ജനത? രാത്രി മുഴുവനും പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, അല്ലാതെ സെക്സ് കാണില്ല, സിനിമ കാണില്ല, അനാവശ്യങ്ങളിൽ മദ്യപാനങ്ങളിൽ മുഴുകുകയല്ല, സൊറ പറയുകയല്ല. അറബി നാടുകളിലെ യുവാക്കളെ പോലെ രാത്രി മുഴുവനും അനാവശ്യങ്ങളിൽ ജീവിപ്പിച്ച് പകലിൽ നമസ്കാരങ്ങൾ ഉപേക്ഷിച്ച് കിടന്നുറങ്ങുന്ന ഒരു ജനതയല്ല അവർ. അവരാരാ? രാത്രി മുഴുവനും പടച്ചവന്റെ മുമ്പിൽ നിസ്കരിക്കുന്നു, സുജൂദ് ചെയ്യുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, വളരെ കുറച്ച് മാത്രം ഉറങ്ങുകയും വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പടച്ചവനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്ത ഒരു ജനപദം. നമ്മളോ മദ്യപാനികൾ. അവര് പറയാൻ, റുസ്തമിന്റെ സൈന്യം പറയാൻ, മദ്യപാനികൾ, ഡാൻസും നൃത്തവും, പടച്ചവനെ ഓർമ്മയില്ലാത്തവർ. എങ്ങനെ നമ്മൾ ജയിക്കും? സയ്യിദ് റുലാൻ യുവാവായിരുന്ന കാലം മദായിനിലേക്ക് ഇസ്ലാമിന്റെ ദേവത്തെത്തിച്ചപ്പോ അടിയൊഴുക്കുള്ള പുഴ കണ്ട് പകച്ചു നിന്ന അനുചരന്മാരോട് ചോദിച്ചു, ആരുടെ പുഴയായത്? പടച്ചവന്റെ. ആരുടെ ദേവത്താ നമ്മുടെ കയ്യിൽ? അള്ളാഹുവിന്റെ. അതുകൊണ്ടൊരു തടസ്സമാകുമോ? പാലമില്ല, കപ്പലില്ല, വഞ്ചിയില്ല, ചെങ്ങാടമില്ല, നീന്തമറിയില്ല, അക്കരെ എത്തിക്കാൻ കയറ് കെട്ടിയിട്ടില്ല, ആരുമില്ല. അടിയൊഴുക്കുള്ള ആഴക്കടലിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങിയ സയ്യിദ് റളിയല്ലാഹുവിന്റെ ചരിത്രം എവിടെ സുഹൃത്തുക്കളെ? എവിടെയത്? അതേ അബൂദർ അൽ ഗഫാരി തന്റെ ഗോത്രത്തിൽ മുഴുവനും കയറിയിറങ്ങി തൗഹീദ് പ്രചരിപ്പിച്ച ആ യൗവനം എവിടെ? നഹ്നു നഖുസ്സു അലൈക നബഉം ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരുടെ ഹൃദയത്തെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തിയല്ലോ. എന്തിന്റെ പേരിൽ? ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ. അല്ലാഹു അല്ലാത്ത അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനോളം വലിയ അന്യായമുണ്ടോ എന്നാണ് ആ യുവാക്കൾ ചോദിച്ചത്. അങ്ങനെ ചോദിക്കുന്ന ഒരു യൗവനം, അതാണ് ISMന്റെ യൗവനം. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു യുവത്വം, അതാണ് MSMന്റെ യുവത്വം. അതാണ് ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് വെച്ചു കൊടുക്കാനുള്ളത്. സംഘടനാ പക്ഷപാതിത്വത്തിന്റെ യാതൊരു ജലവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ആദർശത്തിന് മുൻതൂക്കം നൽകുകയും ആ ആദർശ പ്രബോധനത്തിന്റെ ഒരു പുറംചട്ടയായി സംഘടന ഉപയോഗിക്കുകയും ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിന്റെ മൗലിക അവകാശങ്ങളെ നിലനിർത്തി തീവ്രവാദവും ഭീകരവാദവും ലോകത്ത് ചോദ്യചിഹ്നമായി നിൽക്കുമ്പോ ആരാ നിങ്ങളെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനൊരു അഡ്രസ്, കയറി നിൽക്കാനൊരു ആസ്ഥാനം, സർക്കാർ അംഗീകരിച്ച ഒരു രജിസ്ട്രേഷൻ, അതിൽ കവിഞ്ഞ് സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഞാനും നിങ്ങളും കൽപ്പിച്ചിട്ടില്ല. ആദർശത്തിന്റെ പ്രബോധനത്തിന് സാധ്യമാകുന്ന സകല രചനാപരമായ വഴികളെയും സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. യുവാക്കളെ, മദ്യം നിങ്ങൾക്ക് നന്മ നൽകില്ല. യുവാക്കളെ, വ്യഭിചാരം നിങ്ങൾക്ക് നന്മ നൽകില്ല. യുവാക്കളെ, കാമുക ബന്ധം നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാക്കില്ല. ധന്യമായ ദാമ്പത്യ ജീവിതത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ കാമുക ബന്ധം കൊണ്ട് നിങ്ങൾക്കുണ്ടാവില്ല.
വിവാഹത്തിന് മുമ്പുള്ള എല്ലാ വൃത്തികെട്ട ലൈംഗിക രീതികളും അല്ലാഹു ഹറാമാക്കി. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ എന്തൊക്കെ ഓർമ്മപ്പെടുത്തലുകൾ, എത്രയെത്ര ഓർമ്മപ്പെടുത്തലുകൾ.